നമസ്കാരം. അങ്ങനെ ചണ്ഡീഗറിൽ ഒരിക്കൽ കൂടി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, അതായത് CPIയുടെ സമ്മേളനം നടന്നു. ഡി രാജ തുടരുമോ എന്നുള്ളതാണ് ഒരു ചോദ്യമായി വന്നിരിക്കുന്നത്. തുടരാനാണ് സാധ്യത. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷമൊക്കെ ആയിരിക്കും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മാറി വരുന്നത്. അല്ല സീനിയർ നേതാക്കളെ നിർത്തിക്കൊണ്ട് ജൂനിയറായിട്ട് ആളുകളെ വരുന്നൊരു കൾച്ചറൊന്നുമില്ല. അതിനൊരു അപവാദമായിട്ടൊക്കെ വന്നത് EMS ആണ്. EMS ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് ഭരണത്തിലും ഇരിക്കേണ്ട, മുഖ്യമന്ത്രി ആവേണ്ട, പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തും ഇല്ല എന്ന് പറഞ്ഞ് EMS ജീവിച്ചിരിക്കുമ്പോൾ തന്നെ EMS വേറെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം ഈ ഒരു സ്ഥാനത്തുനിന്ന് പോകാനൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഡി രാജ തന്നെയാണ് തുടരുമെന്ന് പറയുന്നത്. അപ്പോഴും ചില പ്രശ്നങ്ങളുണ്ട്. നമ്മളെ സന്തോഷ് കുമാർ MP ആയിട്ടുള്ള, രാജ്യസഭ MP ആയിട്ടുള്ള സന്തോഷ് കുമാർ സെക്രട്ടേറിയറ്റിൽ വരുമോ? കേന്ദ്ര സെക്രട്ടേറിയറ്റിലാണ്. പ്രകാശ് ബാബു അസിസ്റ്റന്റ് സെക്രട്ടറി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നല്ല പ്രാസംഗികനും സംഘാടകനും ഒക്കെയാണ്. അപ്പോൾ പ്രകാശ് ബാബുവിന് വരുമോ? വിജയവാഡയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ ദേശീയ എക്സിക്യൂട്ടീവിലെത്തിയ സന്തോഷ് കുമാർ MP പ്രകാശ് ബാബു സെക്രട്ടേറിയറ്റിൽ എത്തിയേക്കും എന്നാണ് അറിയുന്നത്. നിലവിലെ സെക്രട്ടേറിയറ്റിൽ 5 പേർ 75 വയസ്സ് പിന്നിട്ടവരാണ്. വിജയവാഡയിൽ തിരഞ്ഞെടുക്കപ്പെട്ട 11 അംഗ CPI ദേശീയ കൗൺസിൽ സെക്രട്ടേറിയറ്റിൽ നിന്നും അന്തരിച്ചു പോയ കാനൻ രാജേന്ദ്രൻ അന്തരിച്ചു പോയി. നേരത്തെ സംസ്ഥാനത്തെ പ്രസിഡന്റായിരുന്നു. അതുപോലെ തന്നെ അതിൽകുമാർ അർജാൻ എന്നിവർക്ക് പകരം ആനി രാജയെയും ഗിരീഷ് ശർമ്മയെയും എന്നിവരെ പിന്നീട് ഉൾപ്പെടുത്തിയിരുന്നു നേരത്തെ. ഡി രാജ, അമർജിത് കൗർ, ഡോക്ടർ K നാരായണ, ഡോക്ടർ ബാലചന്ദ്രകുമാർ ഖംഗോ, ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറിയാണ് കേരളത്തിൻ്റെ. അപ്പോൾ അദ്ദേഹത്തെ ഉൾപ്പെടുത്താതിരിക്കാനാവില്ല. അതുപോലെ തന്നെ പല്ലത് സിംഗ് ഗുപ്ത, രാമകൃഷ്ണ പാണ്ഡെ, സയ്യിദ് ആശീസ് പാണ്ഡെ, പക്ഷേ നാഗേന്ദ്രനാഥ് ഓട്സ എന്നിവരാണ് മറ്റംഗങ്ങൾ. അപ്പോൾ 125 അംഗ ദേശീയ കൗൺസിലും കേരളത്തിൽ നിന്നുള്ള 11 പേരിൽ മുൻ മന്ത്രി പകരം നമ്മുടെ C ചന്ദ്രശേഖരൻ, അദ്ദേഹം പ്രായാധിക്യം കൊണ്ട് മാറുന്നു. VS സുനിൽകുമാർ, CN ചന്ദ്രൻ തുടങ്ങിയ പേരും പറഞ്ഞു കേൾക്കുന്നുള്ളൂ. പക്ഷേ സുനിൽകുമാറിൻ്റെ CN ചന്ദ്രൻ്റെയും പ്രശ്നം, അദ്ദേഹം ബിനോയ് വിശ്വത്തിൻ്റെ ഗ്രൂപ്പല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് എന്തായാലും അറിയില്ല. നിലവിലെ അംഗങ്ങളായിട്ടുള്ളത് K പ്രകാശ് ബാബുവും KP രാജേന്ദ്രൻ, ചിഞ്ചുറാണി, അഡ്വക്കേറ്റ് ബസന്ത, രാജാജി മാത്യു തോമസ്, പ്രസാദ്, K രാജൻ, PR സുനിൽ, GR അനിൽ, ഇങ്ങനെ ചിറ്റയം ഗോപകുമാർ, ഇങ്ങനെ ഒത്തിരി ഭരണരംഗത്തുള്ളവരും ഉള്ള ആളുകളൊക്കെ ഒത്തിരി പേര് അതിനകത്തുണ്ട്. എന്തായാലും തുടർന്നും ഡി രാജ തന്നെ CPIയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി ഡി രാജ തന്നെ തുടരാനാണ് സാധ്യത. നമുക്ക് കാത്തിരുന്ന് കാണാം. പകരം പരിഗണിക്കേണ്ടത് പഞ്ചാബിൽ നിന്നുള്ള അമർജിത് കൗറിനെ അപേക്ഷിച്ച് ദളിത് നേതാവായതുകൊണ്ട് ദേശീയ തലത്തിൽ പ്രവർത്തനങ്ങൾ മികവും രാജയ്ക്ക് നല്ലതാണ്. അദ്ദേഹം ദളിത് നേതാവാണ്. ദേശീയ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് വളരെയധികം പേരുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഡി രാജ തന്നെയായിരിക്കും വീണ്ടും CPIയുടെ ജനറൽ സെക്രട്ടറി.